പ്രിയപ്പെട്ട കുട്ടികളെ, ഫസ്റ്റ് ഇയർ DTA ക്ലാസ്സിലേക്ക് സ്വാഗതം. ഫസ്റ്റ് ഇയർ DTAയിലെ വൊക്കേഷണൽ സ്കില്ലിലെ ഫസ്റ്റ് യൂണിറ്റായ ഹ്യൂമൻ ന്യൂട്രീഷൻ ആൻഡ് ഫിസിയോളജിയിലെ തേർഡ് ടോപ്പിക്കായ ന്യൂട്രീഷണൽ റിക്വയർമെൻറ്റ് ഫോർ ഓൾ ഏജ് ഗ്രൂപ്പ്സ് എന്ന പാഠ്യഭാഗമാണ് നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്നത്. ആരോഗ്യകരമായ ജീവിതം നിലനിർത്തുന്നതിന് ഭക്ഷണത്തിനുള്ള പ്രാധാന്യം നമുക്കെല്ലാം അറിവുള്ളതാണല്ലോ. ഭക്ഷണത്തിൽ ഒരുപാട് പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. പോഷകമൂല്യമില്ലാത്ത വസ്തുക്കളും ഭക്ഷണത്തിൽ അടങ്ങിയിട്ടുണ്ട്. സോ ഫുഡ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് കോംപ്ലക്സ് മിക്സ്ചർ ഓഫ് ന്യൂട്രിയൻസ് ആൻഡ് നോൺ ന്യൂട്രിയൻസ്. ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് പോഷകങ്ങളെയും നോൺ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് പോഷകമൂല്യമില്ലാത്ത വസ്തുക്കളെയുമാണ്. വിവിധ അളവിലാണ് ഓരോ പോഷകങ്ങളും ശരീരത്തിൽ ആവശ്യമുള്ളത്. വലിയ അളവിൽ ആവശ്യമുള്ള പോഷകങ്ങളെയാണ് മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. ചെറിയ അളവിൽ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങളെയാണ് മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. ബോത്ത് മൈക്രോ ന്യൂട്രിയൻസ് ആൻഡ് മാക്രോ ന്യൂട്രിയൻസ് ആർ ഈക്വലി ഇമ്പോർട്ടൻറ്റ് ഫോർ അവർ ഹെൽത്ത് ആൻഡ് ഈച്ച് ന്യൂട്രിയൻസ് പ്ലേ എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ അവർ ബോഡി. അതായത് ഓരോ പോഷകത്തിനും വിവിധ ധർമ്മങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ നിർവഹിക്കുവാനുള്ളത്. ഉദാഹരണത്തിന് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ് ആൻഡ് വാട്ടർ ഇവയാണ് നമ്മുടെ ശരീരത്തിൽ വലിയ തോതിൽ ആവശ്യമായ പോഷകങ്ങൾ അഥവാ മാക്രോ ന്യൂട്രിയൻസ്. വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ഇവയാണ് ചെറിയ അളവിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ അഥവാ മൈക്രോ ന്യൂട്രിയൻസ്. ഈ യൂണിറ്റിൻ്റെ പേര് തന്നെ ഹ്യൂമൻ ന്യൂട്രീഷൻ എന്നാണല്ലോ. അടുത്തതായി ഹ്യൂമൻ ന്യൂട്രീഷൻ അഥവാ ന്യൂട്രീഷൻ എന്താണെന്ന് നോക്കാം. ന്യൂട്രീഷൻ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് പ്രോസസ് ബൈ വിച്ച് ഓർഗാനിസം ഇൻജസ്റ്റ്, ഡൈജസ്റ്റ്, അബ്സോർബ്, ട്രാൻസ്പോർട്ട് ആൻഡ് യൂട്ടിലൈസസ് ദ ന്യൂട്രിയൻസ് ആൻഡ് ഡിസ്പോസസ് ഓഫ് ദെയർ എൻഡ് പ്രോഡക്ട്സ്. ദഹന വ്യവസ്ഥ വോളിയം 6 പഠിപ്പിച്ചപ്പോൾ ടീച്ചർ ഇത് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് എങ്ങനെയാണ് പോഷകങ്ങൾ നമ്മുടെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നതെന്നും എങ്ങനെയാണ് അവ ദഹന വ്യവസ്ഥയിൽ ദഹിപ്പിക്കപ്പെടുന്നതെന്നും നമ്മൾ വളരെ വ്യക്തമായി ആ ക്ലാസ്സുകളിൽ മനസ്സിലാക്കിയതാണ്. അമ്മയുടെ ഉദരത്തിൽ ജീവിക്കുന്ന നിമിഷം മുതൽ മരണം വരെ വിവിധ ജീവിത കാലഘട്ടങ്ങളിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങളുടെ അളവ് വ്യത്യസ്തമായിരിക്കും. പോഷകങ്ങൾ ആവശ്യമുള്ള അളവിൽ ഭക്ഷണത്തിൽ നിന്ന് ശരീരത്തിന് ലഭിച്ചെങ്കിൽ മാത്രമേ ശരിയായ ആരോഗ്യം നിലനിർത്താൻ സാധിക്കൂ. ഇനി ആരോഗ്യം അഥവാ ഹെൽത്ത് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. ഹെൽത്ത് ഈസ് ഡിഫൈൻഡ് ആസ് എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ആൻഡ് നോട്ട് മിയർലി ദ ആബ്സെൻസ് ഓഫ് ഡിസീസ്. ആരോഗ്യം സമ്പൂർണ്ണ ശാരീരികവും മാനസികവും സാമൂഹികവുമായ ക്ഷേമമായി നിർവചിക്കപ്പെടുന്നു. ഇത് കേവലം രോഗത്തിൻ്റെ അഭാവമല്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് ശരീരത്തിന് ഊർജം ലഭിക്കുന്നത്. ഇങ്ങനെ ഊർജം പ്രദാനം ചെയ്യുന്ന ഭക്ഷണ പദാർത്ഥങ്ങളെയാണ് എനർജി ഗിവിങ് ഫുഡ്സ് എന്ന് പറയുന്നത്. എനർജി ഗിവിങ് ഫുഡ്സ് മെയിനായിട്ട് 2 ഫുഡ്സാണ് വരുന്നത്: കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് ഫാറ്റ്സ്. കാർബോഹൈഡ്രേറ്റ് ആണ് മെയിൻ എനർജി ഗിവിങ് ഫുഡ്. കാർബോഹൈഡ്രേറ്റിൻ്റെ അഭാവത്തിൽ ബോഡി ഫാറ്റിനെ എനർജി ഗിവിങ് ഫുഡായി ഉപയോഗിക്കുന്നു. സോ കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് ഫാറ്റ് ആർ ഓൾസോ കോൾഡ് ബോഡി ഫ്യൂവൽസ്. അടുത്തതായി ബോഡി ബിൽഡിംഗ് ഫുഡ് എന്താണെന്ന് നോക്കാം. പ്രോട്ടീനാണ് മെയിൻ ബോഡി ബിൽഡിംഗ് ഫുഡ്. പ്രോട്ടീൻ നമ്മുടെ ശരീര വളർച്ചയെ സഹായിക്കുന്നു. പ്രോട്ടീൻ ഹെൽപ്സ് ഇൻ ഗ്രോത്ത്, റിപ്പയർ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് അവർ ബോഡി. ഫുഡിൻ്റെ നെക്സ്റ്റ് മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റീവ് ആൻഡ് റെഗുലേറ്ററി ഫങ്ഷൻ ആണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പ്രതിരോധ ശേഷി ലഭിക്കുന്നത്. വിവിധ ബോഡി ഫങ്ഷൻസ് ആയ ബീറ്റിംഗ് ഓഫ് ഹാർട്ട്, മെയിൻ്റനൻസ് ഓഫ് ബോഡി ടെമ്പറേച്ചർ, കൺട്രാക്ഷൻ ഓഫ് മസിൽസ് ഇവയെല്ലാം കൺട്രോൾ ചെയ്യുന്നതിന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് പ്രാധാന്യമുണ്ട്. വൈറ്റമിൻസ്, മിനറൽസ് ആൻഡ് പ്രോട്ടീൻസ് ഇവയാണ് ഫുഡിൻ്റെ പ്രൊട്ടക്റ്റീവ് ആൻഡ് റെഗുലേറ്ററി ഫങ്ഷൻ നിർവഹിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് വേണ്ടത്ര പോഷകങ്ങൾ
ശരീരത്തിന് ലഭിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആരോഗ്യം നിലനിർത്താൻ സാധിക്കൂ. അടുത്തതായി ന്യൂട്രീഷൻ ത്രൂ ലൈഫ് സൈക്കിൾ എന്താണെന്ന് നോക്കാം. നമ്മുടെയെല്ലാം ജീവൻ ആരംഭിക്കുന്നത് ഗർഭസ്ഥാവസ്ഥയിൽ നിന്നായതുകൊണ്ട് ആദ്യം പരിഗണിക്കുന്നത് പ്രഗ്നൻസി എന്ന പീരീഡിനെയാണ്. പ്രഗ്നൻസി പീരീഡിൽ കുട്ടിക്കും അമ്മയ്ക്കും ആവശ്യമായ പോഷകങ്ങൾ അമ്മ കഴിക്കേണ്ടതായിട്ടുണ്ട്. ഇനി കുട്ടിയുടെ ജനനം മുതൽ 1 വയസ്സ് വരെയുള്ള സമയത്തിനെയാണ് ഇൻഫൻസി പീരീഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ജനനം മുതൽ ആദ്യത്തെ 6 മാസം കുട്ടിക്ക് മുലപ്പാൽ മാത്രമാണ് നൽകുക. ഈ ലാക്റ്റേറ്റിംഗ് പീരീഡിൽ കുഞ്ഞിനും കൂടെ ആവശ്യമുള്ള ഭക്ഷണം അമ്മ കഴിക്കേണ്ടതായിട്ടുണ്ട്. അടുത്തത് 6 മാസം മുതൽ 1 വയസ്സ് വരെയുള്ള സമയമാണ്. ഈ സമയം മുലപ്പാലിനോടൊപ്പം ദഹിക്കാൻ എളുപ്പമുള്ള ഭക്ഷണങ്ങൾ ചെറിയ തോതിൽ കുട്ടികൾക്ക് നൽകാവുന്നതാണ്. നമ്മുടെ ലൈഫ് സൈക്കിളിലെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ചൈൽഡ്ഹുഡാണ്. ചൈൽഡ്ഹുഡിനെയും 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രീ സ്കൂളേഴ്സ് ആൻഡ് സ്കൂൾ ഗോയിങ് ചിൽഡ്രൻ. അതിൽ പ്രീ സ്കൂളേഴ്സ് എന്ന് പറയുമ്പോൾ 1 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളാണ് അതിൽ ഉൾപ്പെടുന്നത്. സ്കൂൾ ഗോയിങ് ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ 6 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികളാണ് അതിൽ ഉൾപ്പെടുന്നത്. ശരീര വളർച്ച അതിവേഗം നടക്കുന്ന ഈ കാലഘട്ടത്തിൽ അവർക്ക് ആവശ്യമുള്ള പോഷകങ്ങളെല്ലാം തന്നെ ഭക്ഷണത്തിലൂടെ ലഭിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. ലൈഫ് സൈക്കിളിലെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് അഡോളസെൻ്റ് പീരീഡാണ്. അഡോളസെൻ്റ് പീരീഡ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ടീനേജേഴ്സാണ് ഇതിൽ ഉൾപ്പെടുന്നത്. 13 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കുട്ടികൾ ലൈംഗിക വളർച്ച പൂർത്തിയാക്കുന്ന ഈ കാലഘട്ടത്തിൽ അവർക്ക് ആവശ്യമായ പോഷകങ്ങൾ എല്ലാം തന്നെ കൃത്യമായ അളവിൽ ലഭിക്കേണ്ടതുണ്ട്. പ്രായപൂർത്തിയായതിനു ശേഷമുള്ള കാലഘട്ടമാണ് അഡൽട്ട് പീരീഡിൽ വരുന്നത്. 19 വയസ്സിന് ശേഷമുള്ള കാലഘട്ടമാണ് അഡൽട്ട് പീരീഡിൽ വരുന്നത്. അടുത്ത കാലഘട്ടം എന്ന് പറയുന്നത് വാർദ്ധക്യമാണ്. 60 വയസ്സിന് മുകളിലാണ് ഈ വാർദ്ധക്യം എന്ന കാലഘട്ടം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എർലി എന്നാണ് പറയുക. ഫുഡിനെ ഫങ്ഷൻ അനുസരിച്ച് 3 ഗ്രൂപ്പുകളായാണ് തരംതിരിച്ചിട്ടുള്ളത്. ഗ്രൂപ്പ് 1 എനർജി ഗിവിംഗ് ഫുഡ്സ്, ഗ്രൂപ്പ് 2 ബോഡി ബിൽഡിംഗ് ഫുഡ്സ്, ഗ്രൂപ്പ് 3 പ്രൊട്ടക്റ്റീവ് ആൻഡ് റെഗുലേറ്ററി ഫുഡ്സ്. ഗ്രൂപ്പ് 1 ആയ എനർജി ഗിവിംഗ് ഫുഡ്സിനെ വീണ്ടും 3ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കാർബോഹൈഡ്രേറ്റ് റിച്ച് ഫുഡ് എ, അതിൽപ്പെടുന്നതാണ് സെറിയൽസ്, റൂട്ട്സ് ആൻഡ് ട്യൂബേഴ്സ്. കാർബോഹൈഡ്രേറ്റ് റിച്ച് ഫുഡ് ബി, അതിൽപ്പെടുന്നതാണ് ഷുഗർ ആൻഡ് ജാഗറി. ദെൻ തേർഡ് വൺ ഈസ് ഫാറ്റ് റിച്ച് ഫുഡ്, അതിൽപ്പെടുന്നതാണ് ഫാറ്റ്സ് ആൻഡ് ഓയിൽസ്. ഇനി ഗ്രൂപ്പ് 2വിലാണ് ബോഡി ബിൽഡിംഗ് ഫുഡ്സ് ഉൾപ്പെടുന്നത്. അതിൽ വരുന്നതാണ് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ്, മീറ്റ് ആൻഡ് മീറ്റ് പ്രോഡക്ട്സ്, ഫിഷ്, എഗ്സ്, പൾസസ്, നട്ട്സ് ആൻഡ് ഓയിൽ സീഡ്സ്. തേർഡ് ഗ്രൂപ്പിൽ വരുന്നതാണ് പ്രൊട്ടക്റ്റീവ് ആൻഡ് റെഗുലേറ്ററി ഫുഡ്സ്. അതിൽ പെടുന്നവയാണ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ഫ്രൂട്ട്സിൽ മെയിനായിട്ട് യെല്ലോ ആൻഡ് ഓറഞ്ച് ഫ്രൂട്ട്സ്, അതിന് എക്സാമ്പിളാണ് മാംഗോ ആൻഡ് പപ്പായ. സിട്രസ് ഫ്രൂട്ട്സ്, അതിന് എക്സാമ്പിളാണ് ലെമൺ, ലൈം, ഓറഞ്ച് മുതലായവ. ആൻഡ് അതേഴ്സ് ലൈക്ക് പ്ലം ആൻഡ് ബനാന. വെജിറ്റബിൾസിൽ പെടുന്നവയാണ് ഗ്രീൻ ലീഫി വെജിറ്റബിൾ, അതിന് എക്സാമ്പിളാണ് ചീര, സ്പിനാച്ച്, ഫെനുഗ്രീക്ക്, മസ്റ്റാർഡ് മുതലായവ. യെല്ലോ ആൻഡ് ഓറഞ്ച് വെജിറ്റബിൾസ്, അതിൽ പെടുന്നവയാണ് ക്യാരറ്റ് ആൻഡ് പംകിൻ. ആൻഡ് അതേഴ്സ്, അതിൽ വരുന്നതാണ് ലേഡീസ് ഫിംഗർ, ബ്രിഞ്ചോൾ, കോളിഫ്ലവർ, ക്യാബേജ് മുതലായവ. Recommendation for daily nutrient intakes have been laid down in our country by Indian Council of Medical Research, that is ICMR. These recommended dietary allowances are basis for planning balanced diets. അതായത് ഒരു വ്യക്തി എത്ര അളവിൽ ഓരോ പോഷകവും ഭക്ഷിക്കേണ്ടതുണ്ട് എന്നറിയാൻ വേണ്ടി ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് പുറത്തുവിട്ടിട്ടുള്ള RDA ചാർട്ട് നോക്കിയാൽ ഓരോ വ്യക്തിയും ഓരോ പോഷകവും ഏത് തോതിലാണ് കഴിക്കേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. RDA ചാർട്ട് ഓരോ രാജ്യത്തിലും വ്യത്യസ്തമായിരിക്കും. അവിടുത്തെ ക്ലൈമറ്റും ആളുകളുടെ ആവറേജ് ബോഡി വെയ്റ്റും അനുസരിച്ച് ഇതിന് മാറ്റം വരും.
ഇനി റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നോക്കാം. റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസ് ഈസ് ദ ആവറേജ് ഡെയിലി ഡയറ്ററി ന്യൂട്രിയൻറ്റ് ഇൻടേക്ക് ലെവൽ sufficient to meet the nutrient requirement of all healthy individuals in a particular life stage and gender group. So it's clear that recommended dietary allowance are based on nutritional requirements. Now we will see what's nutritional requirement. Nutritional requirement is the minimum amount that needs to be consumed to prevent the symptoms of deficiency and to maintain satisfactory levels of nutrients in the body. And it depends on age, body weight and physiological state of an individual. അതായത് ഓരോ പോഷകവും വേണ്ടത്ര അളവിൽ നമ്മുടെ ശരീരത്തിൽ ചെന്നെങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ ലെവൽ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഏതെങ്കിലും ഒരു പോഷകം വേണ്ടത്ര അളവിൽ ശരീരത്തിന് ലഭിച്ചില്ലെങ്കിൽ ശരീരം അതിൻ്റെ ഡെഫിഷ്യൻസി സിംറ്റംസ് കാണിക്കും. ഓരോ വ്യക്തിയുടെയും ന്യൂട്രീഷണൽ റിക്വയർമെൻറ്റ് മെയിനായിട്ട് 3 ഘടകങ്ങളെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ആ വ്യക്തിയുടെ പ്രായം, ശാരീരിക ഭാരം ആൻഡ് ഫിസിയോളജിക്കൽ സ്റ്റേറ്റ്. റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസ് എന്ന് പറയുന്നത് ന്യൂട്രീഷണൽ റിക്വയർമെൻറ്റ് പ്ലസ് സേഫ്റ്റി മാർജിനാണ്. Safety margin is added to cover factors like first factor is variation in requirement from individual to individuals. Second factor is period of low intake. It's also called period of leanness. Third factor is nature of diet and fourth factor is cooking losses. RDA കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട 3 പ്രധാനപ്പെട്ട പോയിന്റ്സ് ഇവയാണ്. First one, RDA are set high enough to meet the need of almost all healthy people. അതായത് generous margin is usually given for individual variation in population of individuals. അതായത് വ്യക്തികളിൽ നിന്ന് വ്യക്തികളിലേക്ക് ചെറിയ തോതിൽ മാറ്റങ്ങൾ ഉണ്ടാകാം ഓരോ ന്യൂട്രീഷണൽ റിക്വയർമെൻറ്റിനും. അതെല്ലാം കവർ ചെയ്യുന്ന വിധത്തിലാണ് RDA സെറ്റ് ചെയ്തിട്ടുള്ളത്. Second one, RDA do not apply to people who are suffering from a disease which influences the nutritional needs. RDA സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഹെൽത്തി ഇൻഡിവിജ്വലിന് വേണ്ടിയിട്ടാണ്. ഒരു ഡിസീസ്ഡ് പേഴ്സണെ കൺസിഡർ ചെയ്യുന്ന വിധത്തിലല്ല RDA സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആൾ ഒരു ഹെൽത്തി ഇൻഡിവിജ്വലിനെ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ വൈറ്റമിൻ B കോംപ്ലക്സ് കൺസ്യൂം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതേസമയം RDA ചാർട്ട് നോക്കുകയാണെങ്കിൽ അതിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരാൾ കഴിക്കേണ്ട B കോംപ്ലക്സിൻ്റെ അളവ് മാത്രമേ കൊടുത്തിട്ടുണ്ടാകൂ. തേർഡ് വൺ, റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസസ് ഫോർ അഡൽട്സ് ആർ ബേസ്ഡ് ഓൺ സെക്സ്, ഏജ്, ബോഡി വെയ്റ്റ് ആൻഡ് ആക്ടിവിറ്റി ലെവൽ. അതായത് വ്യക്തി ആണാണോ പെണ്ണാണോ, അയാളുടെ ശരീരഭാരം, ആക്ടിവിറ്റി ലെവൽ മെയിനായിട്ട് 3ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്: സെഡൻഡറി, മോഡറേറ്റ് ആൻഡ് ഹെവി. സെഡൻഡറി എന്ന് പറയുമ്പോൾ അധികം ശാരീരിക അധ്വാനം ആവശ്യമില്ലാതെ ഇരുന്നു കൊണ്ടുള്ള ജോലി ചെയ്യുന്നവരെയാണ് ഉദ്ദേശിക്കുന്നത്. മോഡറേറ്റ് എന്ന് പറഞ്ഞാൽ മിതമായ രീതിയിൽ ശാരീരിക അധ്വാനം ആവശ്യമുള്ള ജോലികളിൽ ഏർപ്പെടുന്നവരെയാണ് ഉദ്ദേശിക്കുന്നത്. ഹെവി വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെയധികം ശാരീരിക അധ്വാനം ആവശ്യമുള്ള ജോലികളിൽ ഏർപ്പെടുന്നവരെയാണ്. പ്രസൻ്റ്ലി ഇന്ത്യൻസിൻ്റെ എസ്റ്റിമേറ്റഡ് ആവറേജ് ന്യൂട്രീഷണൽ റിക്വയർമെൻറ്റ്സ് അറിയുന്നതിന് വേണ്ടി നമ്മൾ ഫോളോ ചെയ്യുന്ന RDA ചാർട്ട് 2020 RDA ചാർട്ടാണ്, which is companially prepared by ICMR, Indian Council of Medical Research, and NIN, National Institute of Nutrition. 2020 RDA ചാർട്ട് പ്രകാരം റെഫറൻസ് മാൻ എന്ന് പറയുന്നത് 19നും 39 വയസ്സിനും ഇടയിൽ പ്രായമുള്ള മോഡറേറ്റ് വർക്ക് ചെയ്യുന്ന 65 കിലോഗ്രാം ഭാരമുള്ള ഒരാളെയാണ്. റെഫറൻസ് വിമൺ എന്ന് പറയുന്നത് 19നും 39 വയസ്സിനും ഇടയിലുള്ള മോഡറേറ്റ് വർക്ക് ചെയ്യുന്ന 55 കിലോഗ്രാം ഭാരമുള്ള ഒരു സ്ത്രീയെയാണ്. 2020 RDA ചാർട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് ഏജ് ഗ്രൂപ്പാണ്. അതിൽ മെന്നുണ്ട്, വിമൺ ഉണ്ട്, ഇൻഫൻസ് ഉണ്ട്, ചിൽഡ്രൻ ഉണ്ട്, ബോയ്സ് ഉണ്ട്, ഗേൾസ് ഉണ്ട് ബിറ്റ്വീൻ 10 and 12 years. Then again boys and girls between 13 and 15 years. Then again boys and girls between 16 to 18 years.
സെക്കൻഡ് കോളം എന്ന് പറയുന്നത് കാറ്റഗറി ഓഫ് വർക്കാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചിരുന്നതുപോലെ സെഡൻഡറി, മോഡറേറ്റ്, ഹെവി വർക്കേഴ്സ് അങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. തേർഡ് കോളം എന്ന് പറയുന്നത് ബോഡി വെയ്റ്റ് ആണ്. ഓരോ ഗ്രൂപ്പിലും ആവറേജ് ബോഡി വെയ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് കോളം എന്ന് പറയുന്നത് പ്രോട്ടീൻ്റെ റിക്വയർമെൻ്റ് ആണ്. ദാറ്റ്സ് ഗിവൺ ഇൻ ഗ്രാം പെർ ഡേ. അതും ഇതുപോലെ നമുക്ക് ഓരോ കാറ്റഗറിയിലും എത്രയാണ് പ്രോട്ടീൻ കഴിക്കേണ്ടതെന്ന് ചാർട്ടിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. നെക്സ്റ്റ് കോളംസ് എന്നൊക്കെ പറയുന്നത് കാൽസ്യത്തിൻ്റെ റിക്വയർമെൻറ്റ്, മെഗ്നീഷ്യത്തിൻ്റെ, അയേണിൻ്റെ, സിങ്കിൻ്റെ, അയോഡിൻ്റെ, തയമിൻ മുതലായവയുടെയാണ്. അതെല്ലാം ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവാം അതെല്ലാം ചെറിയ തോതിലാണ് ആവശ്യമുള്ളത്. അതുകൊണ്ട് മില്ലിഗ്രാം പെർ ഡേ എന്നുള്ള ലെവലിലാണ് അതിൻ്റെ റിക്വയർമെൻറ്റ്സ് വരുന്നുള്ളൂ. RDA ചാർട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. പ്രഗ്നൻസി കാലഘട്ടവും ലാക്ടേഷൻ പീരീഡും സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് അഡൽട്ട് എന്ന പീരീഡിനേക്കാളും കൂടുതൽ ന്യൂട്രീഷണൽ റിക്വയർമെൻറ്റ്സ് അഡീഷണലായ ആവശ്യമുള്ള ഒരു കാലഘട്ടമായതുകൊണ്ടാണ് RDA ചാർട്ടിൽ ആ ഗ്രൂപ്പിനെ സ്പെഷ്യലായിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇത്രയുമാണ് ഈ ക്ലാസ്സിൽ പറയാനുള്ളത്. ക്ലാസ് അവസാനിപ്പിക്കുന്നതിന് മുമ്പായി ഒരു ചെറിയ അസൈൻമെൻറ്റ് തരാമെന്ന് വിചാരിക്കുന്നു. 2010 RDA ചാർട്ടും 2020 RDA ചാർട്ടും ഇതിനോടൊപ്പം ഇൻക്ലൂഡ് ചെയ്യുന്നു. നിങ്ങളത് രണ്ടും വിശദമായി പരിശോധിച്ച് അത് തമ്മിലുള്ള ഡിഫറൻസസ് കണ്ടുപിടിക്കണം. ചാർട്ടുകൾ തമ്മിലുള്ള ഒരു ഡിഫറൻസ് എക്സാമ്പിളായി പറഞ്ഞു തരാം. ഡയറ്ററി ഫൈബർ എന്നുള്ള കണ്ടൻറ്റ് 2010 ചാർട്ടിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. പിന്നീട് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി 2020 ചാർട്ടിൽ ഡയറ്ററി ഫൈബർ റിക്വയർമെൻറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതുവരെ എൻ്റെ ക്ലാസ് ശ്രദ്ധിച്ചിരുന്ന എല്ലാവർക്കും നന്ദി. വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു.